നമ്മുടെ ഹൃദയം പ്രകാശിക്കാൻ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. അള്ളാഹുവെ, ആരെയും ഞാൻ വേദനിപ്പിക്കൂല. അതെന്റെ ഉമ്മച്ചിയാവട്ടെ. ഉമ്മയൊക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ തൊണ്ട വരണ്ടുണങ്ങി പിടഞ്ഞു മരിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും ചെയ്യരുത്. എന്തു സംഭവിച്ചാലും ചെയ്യരുത്. അവരെത്ര നിന്നെ ഉപദ്രവിച്ചാലും അവരെ വേദനിപ്പിക്കരുത്. നിന്നെ ശകാരിക്കട്ടെ, ചീത്ത വിളിക്കട്ടെ, പ്രായം ചെന്ന അവരെ ബോർഡിൽ അദബുൻ എന്നെഴുതി പഠിപ്പിക്കാനൊന്നും ഇനി പറ്റൂല. അവർക്ക് പ്രായമാകുമ്പോൾ കുറേ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. നമ്മളും പ്രായമാകുമ്പോൾ ഉണ്ടാവും. പ്രായമാകുമ്പോൾ മനസ്സും പ്രായമാകുമല്ലോ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സഹിക്കണം. വയസ്സാം കാലത്ത് ഉമ്മായ മര്യാദ പഠിപ്പിക്കാൻ മിടുക്കരായ മക്കൾ നിൽക്കുന്നത് ഭയങ്കര അപകടം ചെയ്യും. സഹിച്ചു മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നത് അതിന് പറയൂ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അതിന് പ്രാപ്തനാക്കണം. ഭർത്താവിന്റെ ഉമ്മയിൽ നിന്ന് ഭർത്താവിനെ അകറ്റാൻ ഒരു ഭാര്യ ശ്രമിച്ചാൽ അവൾക്ക് കിട്ടുന്ന പണി എന്താണെന്നറിയോ? ഭർത്താവിന്റെ ആയുസ് കുറയുമെന്നാണ്. ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ്. നിനക്ക് വിധവയാകണ്ട, പെട്ടെന്ന് വിധവയാകണ്ട. നിന്റെ മക്കള് പെട്ടെന്ന് യത്തീമാകണ്ട എങ്കിൽ ഭർത്താവിനോട് റമദാനല്ലേ, ഉമ്മയെ പോയി ഒന്ന് കാണുമെന്ന് പറയണം. ഉമ്മയെ പോയി ഒന്ന് കാണുമെന്ന് പറയണം. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. ആ ഒരു സന്തോഷവും ആ ഒരു സ്നേഹവും ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മുടെ വിജയം ഉണ്ടാകുക. അല്ലാതെ മനസ്സ് കരിങ്കല്ലിനെ തോൽപ്പിക്കുന്ന രീതിയിൽ കട്ടിയാക്കി വെക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്.